നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ചന്ദ്രശേഖരൻ സാറാണ്. കൊച്ചുമകനോടൊപ്പം ലൊക്കേഷനിലെത്തി പിന്നീട് ചിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിന്റെ വിശേഷങ്ങളാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. കിട്ടുന്ന റോള് ചെറുതോ വലുതോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള വലിയ ആളുകളൊന്നുമല്ല ഞങ്ങൾ. ഇതാരും നിർബന്ധത്തിന് വഴങ്ങിയിട്ടുമല്ല. ഒരു അവസരം കിട്ടിയപ്പോൾ ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അല്ലാതെ ആരുടെ നിർബന്ധത്തിനോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രഷർ കൊണ്ടോ ഒന്നും അല്ല ഇത് ചെയ്തത്. സന്തോഷത്തോടുകൂടി തന്നെ ചെറിയ റോളായാലും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തിൽ സന്തോഷിക്കുന്നു. എന്റെ കൊച്ചുമോൻ നിരഞ്ജന് ഈ ചുഴിയിലൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് കൂട്ടായിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഓഡിഷൻ സമയത്ത് ഇതിന്റെ ഡയറക്ടർ സുമി ഇതുപോലൊരു ചെറിയ റോളുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുകയും ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ റോളിലേക്ക് എത്തപ്പെട്ടത്. ഏതാണ്ട് 1970 മുതൽ നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ ചെന്നൈയിൽ വന്നതിനൊക്കെ പിന്നെയാണ് കൂടുതലായിട്ട് നാടകങ്ങളിൽ ഇൻവോൾവ് ആകാൻ സാധിച്ചത്. ചെന്നൈയിൽ കേരള സമാജത്തിന്റെ കെയർ ഹൗസിൽ ഒരു ടിക്കറ്റ് വെച്ച് നാടകം നടത്തുകയും അതിൽ അഭിനയിക്കാനായിട്ട് ഓഡിഷന് പോയിട്ട് അതിൽ വിജയിച്ച് ഒരു കോമഡി കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. ഈ ഡയലോഗ് പറയുകയും ശരീരഭാഷ എല്ലാം കൂടെ ചേർന്നാന്നൊരു അഭിനയം. ആ ഒരു നാടകത്തില് ഡയലോഗിന്റെ കൂടെ ഒരു ഡയലോഗ് പറഞ്ഞ് ഒരു ആംഗ്യം കാണിച്ചത് വളരെ ഒരു കണ്ട ആൾക്കാർക്ക് ഒരു വൃത്തികേടായിട്ട് തോന്നുകയും ചില ആൾക്കാർക്ക് അത് സന്തോഷമായിട്ട് തോന്നുകയും ആ ഒരൊറ്റ ആംഗ്യം കൊണ്ട് ആ ആവടിയിലുള്ള മലയാളികളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അന്ന് വേണമെങ്കിൽ ചാൻസ് കിട്ടിയതായിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കാൻ. പക്ഷെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ആ ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പൊ ഇങ്ങനൊരു സമയത്ത് ഇതില് അറ്റ്ലീസ്റ്റ് മുഖം കാണിക്കാനെങ്കിലും പറ്റിയതില് സന്തോഷം. സ്റ്റുഡിയോയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയും രണ്ടാമത് തിരുവനന്തപുരത്ത് അമ്മ വീടെന്ന് പറഞ്ഞ പഴയ ഒരു വീടുമായിരുന്നു. സത്യം പറഞ്ഞാല് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ആ ഒരു രാത്രികളത്തെ ഷൂട്ടിംഗ് ഭയങ്കര മഴയും തണുപ്പും എല്ലാം സഹിച്ച് അന്ന് ആ ഒരു സീൻ ഷൂട്ട് ചെയ്യാനെടുത്ത സമയം അത് ഇത്രയും നീളമുള്ള ഈ പെരുമാളൊട്ട എഴഞ്ഞെഴിഞ്ഞു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിലെ ആ പ്രേതത്തിനെ അഭിനയിക്കുന്ന ആ കുട്ടിയുടെ അഭിനയവും എല്ലാവരും ആ ഒരു രാത്രിയിൽ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ആ ഒരു എടുക്കാനെ കൊണ്ട് സാധിച്ചു. അപ്പൂപ്പനും കൊച്ചുമകനും കൂടി ഒരു സിനിമയിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. പിന്നെ നിരഞ്ജൻ ഇതിനകത്ത് അഭിനയിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും അതിനകത്ത് അവനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. കൂടാതെ അച്ഛനും അമ്മയും അച്ഛമ്മയും ഞാനും സഹിതം എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിരഞ്ജൻ അതിനകത്തൊരു അഭിനയിക്കാനും എനിക്കും അതിനകത്തൊരു ചെറിയ റോൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. ഈ ആത്മാർത്ഥതയും കഴിവും താല്പര്യമുള്ള ഒരു സംവിധായികയായിട്ട് സുമി വന്നു, അതിൽ വിജയിക്കുകയും ചെയ്തു. ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫേസ് ടു ഫേസിൽ ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ചന്ദ്രശേഖരൻ സാറാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.